ഹായ് പ്രിയങ്ങളെ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് നമ്മുടെ പാണിയേലിപ്പോൾ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ കയറുന്ന സ്ഥലത്ത് തന്നെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ പാസ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു അമ്മേനെയും കണ്ടു, ഒരു ഏട്ടനെയും കണ്ടു. അപ്പോൾ നമുക്ക് ഇവരോട് ഇവിടുത്തെ കുഞ്ഞു വിശേഷങ്ങൾ, ഇവരിവിടുത്തെ സ്വന്തം നാട്ടുകാരായതുകൊണ്ട് ഇവർക്ക് ഇവിടുത്തെ നാടിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഇവരുടെ മനസ്സിലുള്ളതെന്നൊന്ന് കേൾക്കാമല്ലോ. അപ്പോൾ ഒന്ന് കേട്ട് നോക്കിയാലോ. അമ്മ, ഫുഡൊക്കെ കഴിച്ചോ? ഇത് രാവിലെ തന്നെ നിങ്ങളിവിടെ എല്ലാ സമയത്തും ഇവിടെ തന്നെ ഉണ്ടോ? തൊട്ടപ്പുറത്ത് വീട്. എൻ്റെ വീട് ലാസ്റ്റ്. നിങ്ങൾക്ക് പോകുമ്പോൾ എൻട്രൻസ് കഴിഞ്ഞ് ഇവിടെ പോകുമ്പോൾ ഇവിടെ നിന്നുള്ള വീട് ഞങ്ങളുടെ, എൻ്റെ ചേട്ടൻ്റെ 2 ചേട്ടന്മാർ. എൻ്റെ വീട് ഇവിടെ ലാസ്റ്റ്. അപ്പോൾ ഇത് 1 കിലോമീറ്ററോളം നടപ്പില്ലേ? വരെ. അപ്പോൾ ഇങ്ങോട്ട് സാധാരണ വണ്ടിയൊന്നും ഇല്ലല്ലോ. 150 മീറ്റർ 200 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഞങ്ങളുടെ വീട്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോരിന് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ കൂടുതലുണ്ട്. 1/2 കിലോമീറ്റർ. അപ്പോൾ ചേട്ടനൊക്കെ ഡെയിലി ഇവിടെ നടന്നാണോ വരുന്നത്? നല്ല വണ്ടി ഉണ്ടോ? എൻ്റെ വണ്ടിയായിരിക്കും. സാധാരണ ബൈക്ക്, കാർ അങ്ങനെ വേറെ ആൾക്കാർക്ക് പുറത്ത് നിന്നവർക്ക് അലൗഡല്ല. ഇവിടെ ചെക്ക് പോസ്റ്റ്. കുറേ വർഷങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾ വന്നിട്ട് ഏകദേശം 47 വർഷമായി ഇവിടെ വന്നിട്ട്. 47 വർഷം. ഇവിടെയാണ് കാട്ടാന ശല്യം എല്ലാം, ആന കടുവ എല്ലാം ഉള്ള സ്ഥലമാണ്. ഓ, ആന കടുവ അല്ല, രാത്രിയിൽ ഇറങ്ങുമായിരിക്കും അല്ലേ? ആനയൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ കേട്ടല്ലോ അല്ലേ? ഇവരിവിടുത്തെ സ്വന്തം ആൾക്കാരാണ്. 47 വർഷത്തോളമായിട്ടുള്ള സ്ഥിരതാമസക്കാരാണ്. മാത്രമല്ല ഇവർക്ക് എന്താ പറയുക, ഇവിടെ പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഇവിടെ വണ്ടിയൊന്നും അകത്തേക്ക് കയറ്റാൻ പറ്റത്തില്ല അല്ലേ? അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. വളരെ മുൻപേയുള്ളൊരു ആഗ്രഹമായിരുന്നു പാണിയേലിപ്പോൾ കാണുക എന്നുള്ളത്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ. ഈ പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടേക്ക്. ഇത് പെരിയാർ റിവർ നദിയാണ്. ഈ പോരെന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളം കല്ലുകളിൽ ഇടിച്ചുണ്ടാക്കുന്ന ശബ്ദമാണ്. അതായത് വെള്ളവും കല്ലുകളും തമ്മിലുണ്ടാകുന്ന ഒരു പോര് ആണ് ഈ ശബ്ദം കേൾപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വന്ന് പോരായി മാറിയത്. പഴയ കാലത്ത് നാട്ടുകാർ മാത്രം അറിയാവുന്ന പ്രകൃതിദത്തമായൊരു കുളിസ്ഥലമായിരുന്നു. ഇവിടെ കൂടുതൽ ആദിവാസി സമൂഹം താമസിച്ചിരുന്നു എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വികസിപ്പിച്ച് പബ്ലിക് സ്പോട്ടാക്കി. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് വെള്ളത്തിൽ പ്രവാഹം അതിശക്തമാണ്. മുൻപ് ചില അപകടങ്ങൾ ഉണ്ടായതുകൊണ്ട് സുരക്ഷാ നിയന്ത്രണങ്ങളും കർശനമാക്കി. പെരിയാർ റിവർ നദി പാറകളിലൂടെ ശക്തമായി ഒഴുകുന്നു. ഇത് പ്രകൃതിയുടെ ഒരു അസാധാരണ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുത്. നല്ല വെയിലുണ്ടെങ്കിലും അതൊന്നും നമ്മൾ അറിയുകയേയില്ല. വളരെ ഹൈജീനിക്കായ ഈ സ്ഥലത്ത് ഒരുപാട് ഫോറസ്റ്റ് ജീവനക്കാരുണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പ്രത്യേക സ്ഥലമുണ്ട്. അതും വളരെ ഹൈജീനിക്കാണ്. തൊട്ടടുത്ത് തന്നെ ദൂരസ്ഥലത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് തൊട്ടടുത്ത് ഒരുപാട് ഹോം സ്റ്റേ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇവിടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം, നല്ല പാദരക്ഷകൾ കൊണ്ടുപോവുക. കുടിവെള്ളം ആവശ്യമുള്ളവർ കരുതുക. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമുണ്ട്. നടന്നു മടുക്കുമ്പോൾ വിശ്രമിക്കാൻ ഒരുപാട് തണൽ മരങ്ങളും അതിൻ്റെ വലിയ വേരുകളും ഇടയ്ക്ക് കാണുന്ന ഊഞ്ഞാലുകളും ബാമ്പു കൊണ്ടുള്ള ചെറിയ കുട്ടിക്കാടുകളും എല്ലാം ഈ പോരിൻ്റെ ഭംഗി കൂട്ടുന്നത് തന്നെയാണ്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ നിങ്ങൾ ഇഷ്ടമുള്ളവർ ആരും ഇത് മിസ്സാക്കരുത്. ഇവിടേക്ക് പോകുന്നവർ കഴിവതും വേനൽക്കാലത്ത് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാടിൻ്റെ നിശബ്ദതയിൽ 1.5 കിലോമീറ്റർ നടന്നു വേണം പോരിലേക്ക് എത്താൻ. മുന്നോട്ട് നടക്കുമ്പോൾ വെള്ളവും പാറകളും തമ്മിൽ പോരടിക്കുന്ന നല്ലൊരു ശബ്ദം കേൾക്കാം. കാട്ടുവഴികൾ തീർന്നാൽ പിന്നെ പാറക്കെട്ടുകളിലൂടെയാണ് യാത്ര. ഇവിടെ സഞ്ചാരികളെ നിയന്ത്രിക്കാൻ ഗാർഡുമാരുമുണ്ട്. ഇടമലയാറും ഭൂതത്താൻകെട്ടും കഴിഞ്ഞാണ് ഈ പോര് വരുന്നത്. പാറകൾക്കിടയിൽ ചെറിയ കല്ലടി കുഴികൾ കാണാം. ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, മൊബൈൽ നെറ്റ്വർക്ക് കുറവായതിനാൽ കയ്യിൽ എപ്പോഴും പണം കരുതുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മളിവിടെ നടന്ന് ഇതാ വെള്ളത്തിനരികത്തെ എത്തിയിട്ടുണ്ട്. വളരെ ദൂരത്ത് നിന്ന് തന്നെ വളരെ നമുക്ക് സൈലൻ്റായിട്ടാണ് ആദ്യം വെള്ളം ഒഴുകുന്നത് കാണുന്നത്. പിന്നെ ലാസ്റ്റ് ഭാഗം എത്തുമ്പോഴാണ് വെള്ളത്തിൻ്റെ ഇരമ്പലും ബഹളങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കണ്ടു നോക്കിക്കോളൂ. നല്ല രീതിയിൽ എന്താ പറയുക, നല്ല കാഴ്ചകൾ വളരെ മനോഹരമാണ് കേട്ടോ. ഇന്ന് ഹർത്താലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ആളുകൾ ഇവിടെ കുറവാണ്. പക്ഷേ എന്നാൽ മെയിൻ ചെറിയ പുഴകളിലൊക്കെ ഒരുപാട് ആളുകൾ കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം, നമ്മുടെ കുഞ്ഞു കുളിസീനൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല ചൂടുണ്ട്, അതുകൊണ്ടാട്ടോ നമ്മളെ കാണാൻ കഴിയില്ല. ഫ്രണ്ട് ക്യാമറ ഇട്ട് അങ്ങക്ക് നമ്മളെ കാണാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് അവിടെ ആളുകൾ വലയിടുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ബൈ.